ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിലൊരു സവോള കൊണ്ടൊരു അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓണിയൻ അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഈ സവോള വെച്ച് ഓണിയൻ വെച്ച് നമുക്കൊരു പിക്കിൾ ഉണ്ടാക്കിയാൽ അച്ചാറുണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓണിയൻ പിക്കിൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവോള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി ദിവസമൊന്നും ഇരിക്കുകയില്ല കേട്ടോ, ഒരു 3 ദിവസം 4 ദിവസം അതിന് മേളിലൊന്നും ഇരിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സവോള നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 2 പച്ചമുളകും കൂടെ നമുക്ക് അരിഞ്ഞിടാം. അപ്പോൾ ആ എരിവിൻ്റെ ആവശ്യത്തിന് പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതലിടാം, ഇല്ലെങ്കിൽ കുറവിട്ടാൽ മതി. നമുക്ക് എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഒത്തിരി ഇതിനകത്ത് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 2 പച്ചമുളക് ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞിട്ടു. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് ഞെരടി ഈ നമ്മുടെ പച്ചമുളകും ഈ കരിയും നമ്മുടെ സവോളയും കൂടെ നന്നായിട്ട് ഒന്ന് ഞെരടി എടുക്കാവേ. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഒച്ചയടപ്പായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഞെരടി അങ്ങനെ നമ്മുടെ സവോള നമ്മൾ നന്നായിട്ട് ഞെരടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമുക്കതിനകത്തേക്ക് നമുക്കൊരു 3 സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ചൊറുക്കാന്നൊക്കെ പറയല്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ അത് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതുകൊണ്ട് ഇത് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണേ. ഒരു 3-4 മിനിറ്റ് നമ്മുടെ ഈ സവോളയും ഈ വിനാഗിരിയും ഈ ഉപ്പും എല്ലാം കൂടെ പിടിച്ച് ഒന്നിരിക്കണം. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ഓണിയൻ പിക്കിൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാവേ. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നല്ലെണ്ണ വേണം ചേർക്കാനായിട്ട്. നമ്മുടെ കടുകൊന്ന് പൊട്ടട്ടെ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ കടുക് പയ്യെ പൊട്ടുന്നുണ്ട്. നമുക്കൊരു 2 വറ്റൽമുളകൊന്ന് മുറിച്ചൊന്നിട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഒന്നിട്ട് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ അതിനെ കൊടുത്ത് ഞാൻ ഒരു പിടി കറിവേപ്പിലയൊക്കെ തികച്ച് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇട്ട് കൊടുത്തു. നമ്മുടെ ആ മുളകും ഒന്ന് മൂത്തു. നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കതിനകത്തേക്ക് ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചേച്ച് വേണം നമുക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകും. ആ എണ്ണയുടെ ചൂടിനകത്തും കിടന്ന് മാത്രം ഒന്ന് മൂത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്കതിനകത്തേക്ക് സ്വല്പം കായവും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ അച്ചാറിനും നമുക്കൊരു കായത്തിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ. ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ സവോള അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടൊന്ന് ഇളക്കി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഓണിയൻ പിക്കിൾ റെഡിയായി കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. അടിപൊളി ചെയ്ത് കൂട്ടി ചോറയ്ക്ക് ഉണ്ടാനായിട്ട്. ഇന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കൂടുന്നപ്പോഴാണ് ആ പുളിയും
ഉപ്പുമൊക്കെ ഒന്ന് പിടിച്ച് നല്ല അടിപൊളിയാവുള്ളത്. അപ്പോൾ ഇതങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഓണിയൻ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഇങ്ങനത്തെ ഒരു പിക്കിൾ ഉണ്ടാക്കാത്തവരും കൂട്ടാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നാളെ കറക്റ്റ് 2 മണിക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.